മൊണാലിസ അപ്പോൾ മൊണാലിസയാണ് വിഷയം. മൊണാലിസയുടെ കല്യാണമാണ് വിഷയം. മൊണാലിസയുടെ കല്യാണം നടത്തി കൊടുത്ത നമ്മുടെ ഗോവിന്ദൻ മാഷും ശിവൻകുട്ടി സാറും റഹീമും ഇവരെല്ലാവരും കൂടി ഇപ്പോൾ ബോക്സ് ഓഫീസിൽ അകത്തു പോകുന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ ചോദ്യം. ഇന്നലെ മുതൽ നിങ്ങൾ ന്യൂസിൽ കണ്ടു കാണും. കുംഭമേള വൈറൽ ഫെയിം മൊണാലിസ കേരളത്തിൽ അഭയം തേടുന്നു. വൈ? ബിക്കോസ് അവരൊരു മുസ്ലിം യുവാവിനെ സ്നേഹിക്കുന്നു. അത് അവരുടെ നാട്ടിൽ അവരുടെ വീട്ടുകാരും കുടുംബക്കാരൊക്കെ എതിർത്തത് കൊണ്ട് അവർക്ക് കേരളത്തിൽ വന്ന് കല്യാണം കഴിക്കണമായിരുന്നു. അവർ ഓൾറെഡി ഒരു സിനിമയുടെ ഭാഗമായിട്ട് കേരളത്തിൽ ഉണ്ടായിരുന്നു കുറച്ചു കാലം. 6 മാസമായിട്ടുള്ളൊരു പ്രണയമാണ് ഈ മുസ്ലിം യുവാവിനോട്. സോ ഷീ ഫെൽറ്റ് ലൈക്ക് ഇതാണ് സേഫ് സോൺ അല്ലെങ്കിൽ സേഫ് പ്ലേസ് കേരളം. അപ്പോൾ കേരളത്തിലേക്ക് വന്ന് അവർ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. അവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിന്നെ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാക്കന്മാർ ഏറ്റെടുക്കുന്നു. യൂഷ്വൽ തിങ്. നാട്ടിലൊക്കെ അത്യാവശ്യം നിങ്ങളുടെ നാട്ടിലും എൻ്റെ നാട്ടിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇങ്ങനത്തെ മിശ്ര വിവാഹം, ഈ റിലീജിയനൊക്കെ മാറി നിൽക്കുന്ന, വീട്ടുകാർ സമ്മതിക്കാത്ത അങ്ങനത്തെ ഇഷ്യൂസ് വരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ദിസ് എ യൂഷ്വൽ തിങ്. ഓക്കെ, സിനിമകളിൽ കണ്ടവർക്ക് അങ്ങനെ അത് കാണുന്നത് ഒരു റിയാലിറ്റിയാണെന്നുള്ളതും കൂടി ഞാൻ പറയാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ അങ്ങനത്തെ കല്യാണങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് മുൻകൈ എടുത്തിട്ട് നടത്തി കൊടുക്കാറ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിനകത്ത് 18 തികയാത്ത മൊണാലിസയാണോ ഇന്നലെ ഗോവിന്ദൻ മാഷും ടീമും ചേർത്ത് കല്യാണം കഴിപ്പിച്ച് വിട്ടാനുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ന്യൂസ് ഡീറ്റെയിൽസ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. കഴിഞ്ഞ കുംഭമേളയ്ക്കിടെ പകർത്തിയ ഒരൊറ്റ ചിത്രത്തിലൂടെയാണ് മൊണാലിസ തരംഗമായത്. മൊണാലിസ ഭോസ്ലെ ഇന്ന് തിരുവനന്തപുരത്തെത്തി. അഭയം തേടിയാണ് തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അവർ ഇന്ന് രാവിലെ എത്തിയത്. വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് കാമുകൻ ഫർമാനോടൊപ്പം താമസിക്കണമെന്ന ആവശ്യവുമായാണ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ മൊണാലിസ എത്തിച്ചേർന്നത്. പോലീസുകാർക്ക് ആദ്യം മൊണാലിസ ആരെന്ന് വ്യക്തമായില്ല. പിന്നീടാണ് അവരെ പോലീസ് തിരിച്ചറിയുന്നത്. കുംഭമേളയിൽ ആ ദിവസം പകർത്തിയ ഒരൊറ്റ ചിത്രത്തിലൂടെയാണ് ലോകമെമ്പാടുമുള്ള ആളുകളുടെ മനസ്സിൽ മൊണാലിസ ഭോസ്ലെ നിറഞ്ഞു നിന്നത്. പിന്നീട് അവർ പല പരസ്യചിത്രങ്ങളുടെയും മോഡലായി മാറി. പല സിനിമകളിലും അവർക്ക് അഭിനയിക്കാൻ അവസരം ലഭിച്ചു. കേരളത്തിലെത്തിയതും ഒരു സിനിമാ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായാണ് അവർ കേരളത്തിലുമുള്ളത്. ഏതാനും ആഴ്ചകളായി അവർ എറണാകുളത്തായിരുന്നു. 4 ദിവസമായി തിരുവനന്തപുരം പൂവാറിലുണ്ട്. ഇന്ന് രാവിലെയാണ് അവർ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഏതാണ്ട് 1.5 വർഷം മുമ്പാണ് ഇൻഡോർ സ്വദേശിയായ മൊണാലിസയും മഹാരാഷ്ട്ര സ്വദേശി ഫർമാനും ഫേസ്ബുക്ക് വഴി പ്രണയത്തിലായത്. ഇത് വീട്ടുകാർ എതിർക്കുകയായിരുന്നു. പൂവാറിൽ സിനിമാ ഷൂട്ടിങ്ങിനെത്തിയ മൊണാലിസ ഫർമാനുമായി ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ വന്നു കയറുകയായിരുന്നു. തൻ്റെ അച്ഛൻ മറ്റൊരു വിവാഹം ആലോചിക്കുന്നുണ്ട്, എന്നാൽ ഫർമാനൊപ്പം ജീവിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് മൊണാലിസ പോലീസിനോട് പറഞ്ഞത്. രാജ്യത്ത് മറ്റെവിടെ പോയാലും തങ്ങളുടെ ബന്ധത്തിന് വലിയ തടസ്സങ്ങളുണ്ടാകും, അത് ഉറപ്പാണ്. സുരക്ഷിത ഇടമെന്ന നിലയിലാണ് കേരളത്തിൽ അഭയം തേടിയതെന്നും ഇവർ പോലീസിനെ അറിയിച്ചു. യുവതിയുടെ പരാതിയെ തുടർന്ന് മൊണാലിസയുടെ പിതാവ് ജയ്സിംഗ് ഭോസ്ലെയെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. മൊണാലിസയ്ക്ക് 18 വയസ്സ് പൂർത്തിയായ സാഹചര്യത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം ആരെ വിവാഹം കഴിക്കണമെന്നും ആർക്കൊപ്പം ജീവിക്കണമെന്നും തീരുമാനിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കാമുകനൊപ്പം പോകാനാണ് മൊണാലിസയുടെ തീരുമാനമെങ്കിൽ കാമുകനൊപ്പം വിടുമെന്ന് പോലീസ് നിലപാടെടുത്തു. അവരുടെ പിതാവ് കുറേ ഇതിനെ എതിർക്കാൻ ശ്രമിച്ചു. പക്ഷേ പോലീസ് വീട്ടുകാരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. ഒടുവിൽ പ്രിയപ്പെട്ടവനൊപ്പം മൊണാലിസ സ്റ്റേഷനിൽ നിന്ന് മടങ്ങുകയായിരുന്നു. പൂവാറിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് മൊണാലിസ പോയത്. ഏതായാലും ഇതര മതസ്ഥരൊപ്പം ജീവിക്കാൻ വീട്ടുകാരും അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെ രാജ്യത്തിന്റെ മറ്റൊരു ഭാഗത്ത് പോയാലും സുരക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജീവിക്കാൻ കേരളം തിരഞ്ഞെടുക്കുന്നതായി മൊണാലിസ പോലീസിനോട് പറഞ്ഞത്. ഇതാണ് ഇതിൻ്റെ ഒരു ബേസ് ലൈൻ. ഇവിടെ ഇന്നലെ നടന്ന PR സ്റ്റണ്ട് കണ്ടിട്ടാണ് സത്യത്തിൽ എനിക്ക് ഒരു കിട്ടിയത്. ഒരാൾക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നതൊന്നും തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം. ഇവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് വർഗീയതയുടെ എലമെൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇങ്ങനത്തെയൊക്കെ കല്യാണങ്ങൾ, ഹിന്ദു മുസ്ലിമിനെ കല്യാണം കഴിക്കുന്നു, മുസ്ലിം ഹിന്ദുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ വകയുള്ളൊരു PR സ്റ്റണ്ട്, ന്യൂസുകാരുടെ വക ഇത് എസ്കലേറ്റ് ചെയ്ത് ദ റിയൽ കേരള സ്റ്റോറി, ദിസ് ഈസ് ദ കേരള സ്റ്റോറി എന്നൊക്കെ പറയുമ്പോൾ ഈ മൊണാലിസയുടെ ലൈഫ് ഒന്ന് എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 2025 16 വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എല്ലാ മീഡിയയിലും ഇവരെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സർവത്ര മീഡിയയിൽ. ഇതിനിടയിൽ ഇവരെങ്ങാണ്ട് 16 വയസ്സ് കഴിഞ്ഞ് 2025 17ാമത്തെ വയസ്സായി എന്ന് പറഞ്ഞൊരു കേക്ക് കട്ടിങ് കാണുന്നുണ്ട്. അതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇപ്പോൾ ഡിലീറ്റ് ആയിട്ടാണ് അത് കാണുന്നത്. അപ്പോൾ
16 വയസ്സെന്ന് പറഞ്ഞത് ഭയങ്കര സ്ട്രെസ് ചെയ്ത് അതിങ്ങനെ അങ്ങനെ എടുത്ത് വെച്ച് കാണിച്ചു. 16 വയസ്സുള്ള മോണാലിസ സിനിമയിലേക്ക്, 16 വയസ്സുള്ള കുംഭമേള വൈറൽ സ്റ്റാർ മോണാലിസ, 16 വയസ്സുള്ള മോണാലിസ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ അങ്ങനെ നിരത്തി പിടിച്ച് ഇവിടെ ന്യൂസ് മീഡിയാസ്, ഇവിടുത്തെ സാറ്റലൈറ്റ് ചാനൽസിലടക്കം പണ്ടത്തെ ന്യൂസുകളിലൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഇവിടുത്തെ മെയിൻ എല്ലാ ന്യൂസ് പേപ്പറുകളിലും അതിൻ്റെ ഈ വേർഷൻസിലും ഒക്കെ ഈ സാധനം തന്നെ 16 വയസ്സെന്നുള്ളതൊക്കെ സ്ട്രെസ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവരുടെ ലൈഫ് ഇങ്ങനെ കുംഭമേളയിൽ പെട്ടെന്ന് സോഷ്യൽ മീഡിയ വഴി വൈറലാവുന്നു. ചെറിയ പ്രായമാണ്, ലൈഫിൽ എന്താ നടക്കുന്നത്, ഈ ഒരു വർഷത്തിന് 1.5 വർഷത്തിനിടയിൽ ഇവർക്ക് ഒരു അതിഭീകരമായിട്ടുള്ള ലൈഫിലൊരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിച്ച് വന്ന ഒരാൾ ഒരു 6 മാസത്തെ, ഞാൻ പ്രണയം കുറച്ച് കാണുമൊന്നുമല്ല കേട്ടോ, അപ്പോൾ 6 മാസം 6 സെക്കൻഡ് കൊണ്ട് ചിലപ്പോൾ ഒരാളോട് പ്രണയം തോന്നാം, അങ്ങനത്തെയൊക്കെ സംഭവിക്കാം. ദോസ് ആർ ലൈക്ക് ഇമോഷനാണ്, മനുഷ്യൻ്റെ ഇമോഷൻസാണ്. അതിലൊന്നും ഞാൻ എന്ത് പറയുന്നില്ല, ഒരു വിലയില്ലാത്ത വർത്താനോ അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യാത്ത സീനോ അല്ല പറയുന്നത്. പക്ഷേ ഈ കുട്ടിയുടെ ഒരു റോളർ കോസ്റ്റർ റൈഡാണ്. കാരണം കുംഭമേളയുടെ തെരുവുകളിൽ നിന്ന് ഇപ്പം ഈ കേരളത്തിൽ വന്ന ഒരാളെ കല്യാണം കഴിച്ച് ഇവിടെ താമസിക്കും ഇന്ന് പറയുമ്പോഴത്തേക്ക് ഈ കുട്ടി കടന്നുപോയ ഒരു കുറേ ഈ എക്സ്ട്രാ ഓർഡിനറി ഫെയിം, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ളത് ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവരൊരു സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത്. ഇനിയിപ്പോൾ അത് സിനിമേൻ്റെ ഒരു എന്താ പറയുക, ഒരു PR സ്റ്റണ്ട് പ്ലോട്ടാണോ? ഇനിയിപ്പോൾ അത് ഒന്നും വേണ്ട, ഇലക്ഷൻസാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇത് പോയിട്ട് ഇത്രയും കല്യാണം പരിപാടിയും ചെയ്യുമ്പോൾ ഒക്കെ ഒരു യൂഷ്വലായിട്ട് എല്ലാ നാട്ടിലും കമ്മ്യൂണിസ്റ്റുകാരാണ് ഇങ്ങനത്തെ എന്താ പറയുക ചാടിപ്പോകുന്നവരും ഓടിപ്പോയവരും അല്ലെങ്കിൽ വേറെ ആൾക്കാരെ എതിർക്കുന്നവരും ഇല്ലെങ്കിൽ വേറെ മതത്തിൽപ്പെട്ട 2 ആൾക്കാർ തമ്മിൽ കല്യാണം കഴിക്കുന്നതൊക്കെ മുൻകൈ എടുത്തിട്ട് നടത്താറ് വരെ തന്നെയാണ്. എല്ലാ നാട്ടിലും അങ്ങനെ തന്നെയാണ്. നമ്മളെ കേരളത്തിൽ എല്ലാ നാട്ടിലും ഏറെക്കുറെ കമ്മ്യൂണിസ്റ്റുകാരെടുത്താണ് ഇങ്ങനത്തെ കേസ് എത്താറ്, അവർ ചെയ്തു കൊടുക്കാറുണ്ട്. സിനിമയിലൊക്കെ നിങ്ങൾ കാണുന്നത് ഇറ്റ്സ് എ റിയാലിറ്റി എന്നാണ് ഞാൻ പറയുന്നത്. വേറെ ഒരു പാർട്ടിക്കാർ വരെ ചെയ്യാറില്ല, കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യും. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഇനി അവിടെ ചെന്നത്, ഇപ്പോൾ പാർട്ടി സെക്രട്ടറി അടക്കം അവിടെ ചെന്നിട്ട് നമ്മുടെ മിനിസ്റ്റർ ചെല്ലുന്നു, അപ്പോൾ എല്ലാവരും കൂടി ചെന്നിട്ട് ഇത് അവർക്ക് ഈ ഇലക്ഷൻ ടൈമിൽ ഇത് റിയൽ കേരള സ്റ്റോറി എന്നുള്ളൊരു PR സ്റ്റണ്ട് മാത്രമായിട്ട് അവരിതിൻ്റെ ബാക്കിൽ വേറെ ഒന്നും ചിന്തി. ഈ കുട്ടി നാളുകളിൽ വന്ന് പറയാണ്, കേരളത്തിൽ ഞാനന്ന് പോയി, എന്നോട് ആരും പറഞ്ഞില്ല, അന്ന് എനിക്ക് പറഞ്ഞു തരാൻ ആളുണ്ടായില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോയി. ഇത് നേരെ ഉൾട്ടടിക്കും. കാരണം ഓൾറെഡി നാഷണൽ വൈഡ് ഈ കേരളത്തിൽ ഇങ്ങനെ നമ്മളിത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ചെയ്യണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ഇതിങ്ങനെ ഒരു ലിമിറ്റ് വിട്ട് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നോർത്ത് എന്നുള്ള മീഡിയാസ് എന്താ പറയുന്നത്, ഇത് ലവ് ജിഹാദാണ്, ഇവിടെ എന്തൊക്കെയാണ് നടക്കണതെന്ന് വെച്ചിട്ട് കുറേ സാധനങ്ങൾ അവരും പടച്ചു വിടുന്നുണ്ട്. പിന്നെ ഈ കുട്ടിയുടെ വയസ്സിൻ്റെ കാര്യത്തിലുള്ള ക്ലാരിറ്റി, അതാണ് ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കോൺട്രവേഴ്ഷ്യൽ എലമെൻ്റ് ആയിട്ട് കിടക്കുന്നതെന്നുള്ള ന്യൂസുകാരിപ്പോൾ ഇവിടുത്തെ ജനൻ TV തന്നെ മതിയിടി. ജനൻ TV തന്നെ ഈ സാധനം എടുത്ത് വെച്ച് അടിച്ച് ഇതിന് എന്തോ ഒരു ഭയങ്കര പ്രശ്നമായിട്ടാണ് പറയുന്നത്. ഇന്നലെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവർക്കും അറിയാം ഇതൊരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട് എന്നുള്ളത്. ഇവരിന്നലെ ഇതിൻ്റെ കുറച്ച് പ്രൂഫുകൾ കാണിക്കുന്നുണ്ട്, കാണാം. एक्चुअली बहुत सारी न्यूज़ में चल रहा है कि वो अभी मैच्योर नहीं है, वो चाइल्ड है, लेकिन वो अडल्ट है, 18+ है. आप देख सकते हैं इसमें मैरिज सर्टिफिकेट में लिखा हुआ है. उसका डेट ऑफ बर्थ सर्टिफिकेट में भी 18+ है और आधार कार्ड में भी 18+ है. आप लोग देख सकते हैं इसमें. ഈ മൊണാലിസനെ കല്യാണം കഴിച്ച ചെക്കനാണ് കേട്ടോ ഇത് പ്രൂഫ് എടുത്ത് കാണിക്കുന്നത്. ഈ പ്രൂഫിൻ്റെ ഈ ഫർമാൻ കാണിച്ച പ്രൂഫിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാനവിടെ വെക്കുന്നുണ്ട്. ഇതിനകത്ത് കാണിക്കുന്നത് 1/1/2008 ഈ കുട്ടി ജനിച്ചതാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് 18 വയസ്സായിട്ടുണ്ട്. ഓക്കെ, അത് ഈ ഡോക്യുമെൻറ്റ്സ് ഈ ഡാറ്റാസ് വെച്ചിട്ടാണ് ഈ കുട്ടിക്ക് 18 വയസ്സായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇവിടെ അപ്പോഴും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നലെ ഇപ്പോൾ ഇത് ഇത്ര എന്താ പറയുക കൊട്ടി ഘോഷിച്ച് ഇവിടെ കല്യാണമാക്കി നടത്തിക്കോ, കുഴപ്പമില്ല. ഒരു രജിസ്റ്റർ വിവാഹം ഇത്ര ഈസി ആയിട്ട് ഇവിടെ ഇതിന് മുമ്പ് ആർക്കെങ്കിലും നടന്നു പോയിട്ടുണ്ടോ എന്നുള്ളത് എൻ്റെ അറിവിലില്ലടേ. ഞാനിവിടെ കുറേ ദിവസം ഇതെടുത്ത് ബോർഡിലിടും. പിന്നെ കമൻറ്റ് ബോക്സ് നോക്കേണ്ട, സൈഡിൽ കമൻറ്റ് ബോക്സിലൊക്കെ ഈ കുട്ടി അച്ഛനെ തള്ളി വന്നു അങ്ങനെയാക്കി അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്, അതൊന്നും ഇല്ലയെന്ന് പറയുന്നില്ല. അതൊരു കമൻറ്റ് ബോക്സ് സൈഡിൽ അങ്ങനെ പോട്ടെ. അതല്ലാതെ ഫോട്ടോ പതിച്ച് നോട്ടീസ് ബോർഡിൽ ഇടുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ട് ഇല്ലേ? എന്നിട്ട് അതിലാരും പരാതിക്കാർ വന്നില്ലെങ്കിൽ മാത്രമാണ് രജിസ്റ്റർ ഓഫീസിൽ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇന്നലെ ഇപ്പോൾ ഇതൊന്നും നമ്മൾ കണ്ടില്ല. വിവാഹം രജിസ്റ്റർ ചെയ്ത് 30 ദിവസം നോട്ടീസ് ബോർഡിലിടുന്ന പരിപാടി, അങ്ങനത്തെ ഒരു പരിപാടിയില്ല.
ഇന്നലെ അവിടെ പോകുന്നു, നേരെ ചെല്ലുന്നു, കല്യാണം കഴിക്കുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, തിരിച്ചു പോരുന്നു, അപ്പോൾ തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുക്കുന്നു, എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി നിന്ന് ഫോട്ടോ വീഡിയോ എടുക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് വേടൻ്റെ കല്യാണം ഗോവിന്ദ മാഷ് നടത്തി കൊടുത്തത്, ഇന്ന് മൊണാലിസയുടെ കല്യാണം നടത്തി കൈ പിടിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പരിപാടികളുടെ ഒന്നും ആവശ്യമില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഒന്നും പറയാനല്ല, ഓക്കെ ബൈ ടാറ്റ ബൈ കഥ എന്ന് പറഞ്ഞ് പോകേണ്ടി വരും നമ്മൾ. ഇനി ഇതിന് ഈ ഫർമാനും മൊണാലിസയും കൂടി ഇന്നലെ മീഡിയ ചോദിച്ചപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേട്ടോക്കാം. यहाँ आकर शादी करने का डिसीजन कैसा लिया? नहीं, हम दोनों लव करते थे। मोनालिसा हम घूमने के लिए आए, इधर घूमने के लिए आए क्योंकि हम यहाँ पे दोनों लव करते हैं, प्यार करते हैं एक दूसरे से। यहाँ पे हम घूमने के लिए आए, हमें ये मंदिर अच्छा लगा और यहाँ पे केरला के लोग बहुत अच्छे हैं, इसलिए हमने चूज किया कि हम यहाँ पे ही शादी करेंगे इसी मंदिर से। फ्यूचर का प्रोग्राम क्या है इधर से, क्या कैसा है? अभी देखेंगे आगे क्या होता है। केरला में ही रहेगा? हाँ, कोशिश करेंगे केरला में रहने की, क्योंकि केरला बहुत अच्छा है और यहाँ पे रहेंगे। नहीं, वैसे तो मुझे पता नहीं, लेकिन यहाँ पे मुझे लगा कि यहाँ पे अच्छा है करने के लिए शादी, यहाँ के लोग अच्छे हैं, मंदिर अच्छा है, यहाँ के लोग सपोर्ट बहुत ज्यादा करते हैं। बहुत ज्यादा करते हैं। आप लोगों ने इतना प्यार दिखाया, सब कुछ किया, मुझे बहुत अच्छा लगा, दिल से आप सभी का धन्यवाद। ठीक है जी। गाँव जाए नहीं, अभी इधर ही रहने का प्लानिंग है, अभी देखते हैं आगे क्या होगा। अभी नहीं, हाँ अभी इधर देखेंगे, सोचेंगे, समझेंगे, अगर अच्छा लगेगा तो क्या, हाँ इधर देखते हैं आगे, अच्छा लगेगा, केरला बहुत अच्छा है और यहाँ पे देखेंगे, सेटल करेंगे, अगर अच्छा लगा तो देखेंगे, अच्छा लगेगा देखेंगे। कितने साल का नहीं है, 6 महीने ये का। 6 मंथ का प्यार है, 6 मंथ का। കേരളം ഇഷ്ടപ്പെട്ടു, അമ്പലം കണ്ടപ്പോൾ ഇഷ്ടം തോന്നി, അപ്പോൾ ഇവിടുന്ന് കല്യാണം കഴിക്കണം തോന്നി. കേരളം അടിപൊളി നാടാണ്, എല്ലാ കേരളക്കാരും നല്ലതാണ്, ഞങ്ങൾ ഇനി കേരളത്തിൽ തന്നെ നിൽക്കാനുള്ള പ്ലാനാണ്, മൊണാലിസയ്ക്ക് കൂടി ഇഷ്ടമാണെങ്കിൽ നിൽക്കാം. ഇതിനകത്ത് എനിക്കെന്തോ ഒരു ജെനുവിനിറ്റി ഫീൽ ചെയ്യാത്തൊരവസ്ഥ ഉണ്ട് ഉള്ള കാര്യം പറയാനോ. ഇവർ ഈ മൊണാലിസയ്ക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ ചലക ഇതും പറഞ്ഞ് നിൽക്കണം. ഇപ്പോൾ ഫർമാനോ അല്ലെങ്കിൽ ഫർമാൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതല്ല, ഫർമാൻ്റെ ബ്രദറാണോന്ന് അറിയില്ല ചങ്ങാതിൻ്റെ. ഇവരുടെ മൊത്തത്തിലുള്ളൊരു എനിക്കെന്തോ ഇത് ഒരു സ്ക്രിപ്റ്റ് പോലത്തെ ഒരു സാധനം പോലെ എനിക്ക് പേഴ്സണലി ഇത് ഫീൽ ചെയ്തിട്ട് പറയുന്നത് അത് ആദ്യം പറഞ്ഞു വെക്കണമല്ലോ. കല്യാണം കഴിക്കുന്ന അവരെ സന്തോഷം, അവർ കല്യാണം കഴിക്കുക, എന്ത് വേണമെങ്കിൽ കാണിച്ചിട്ട് പോട്ടെ. ബട്ട് കൈൻഡ് ഓഫ് എന്താ പറയുക, കേരളം നല്ല മണ്ണാണ്, ഓക്കെ, ഇവിടെ ഉള്ള മലയാളികൾക്കുള്ളൊരു ആക്സെപ്റ്റൻസി, ആ ഒരു സാധനം നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഒരു ഗ്രാവിറ്റി ആൻഡ് ഇതേപോലെ ഇവർക്ക് ഇനി കിട്ടാൻ പോകുന്നൊരു സോഷ്യൽ മീഡിയ എക്സ്പ്ലോഷർ, അവർക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ്. ഈ ചങ്ങായി ആലുവയിൽ എവിടെ വർക്ക് ചെയ്യായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത് ഈ ഫർമാൻ. അപ്പോൾ ഇവൻ അത്യാവശ്യം കുറച്ച് കാലമായിട്ട് ഈ നാടിനെ കുറിച്ച് അറിയാം. മൊണാലിസ ആണെങ്കിൽ ബോച്ച കൊണ്ടുവന്നതിന് ശേഷം ഇവിടുത്തെ ആളുകളുടെ ഒരു എന്താ പറയുക ഗുഡ് ഫേസ് കണ്ടതാണ്. അപ്പോൾ ഇവർക്കിപ്പം മനസ്സിലായിട്ട് ഇവരിവിടെ ഓക്കെ കേരളം നല്ല ഇതാണ് നമുക്ക് പറ്റിയ നാട്, ബാക്കിയുള്ളവരെ പോലല്ല, സേഫ്റ്റി ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഇതിനകത്ത് എന്തോ ഒരു ഇവരിത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഇനി മുന്നോട്ട് പോകാന്നുള്ള രീതിക്ക് എന്തോ പറഞ്ഞു വെച്ച് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലുണ്ട്. ഓക്കെ, അതിനിടയിൽ ഇന്നലെ കല്യാണം കഴിപ്പിച്ച് വിട്ടതിൻ്റെ PR വർക്കുകളുടെ ഞാൻ പറഞ്ഞില്ല നേരത്തെ, PR സ്റ്റണ്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. ശിവൻകുട്ടി സഖാവ് ഒരു സ്ഥലത്ത് വർത്താനം പറയുമ്പോൾ ഗോവിന്ദൻ മാഷ് അപ്പുറത്തിരുന്ന് വേറെ, ഇതൊരു മാക്സിമം ബൈറ്റ് കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി സംസാരിക്കുന്നതിൽ തുടങ്ങിയിരിക്കുന്നു. യഥാർത്ഥ കേരള സ്റ്റോറി ഇതാണ്. ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും സമാധാനത്തോടുകൂടി വന്ന് പോകാൻ പറ്റുന്ന സംസ്ഥാനം കേരളമാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. തെളിയിക്കട്ടെ, കേരളം തെളിച്ചല്ലോ നിങ്ങൾ 10 കൊല്ലം തെളിയട്ടെ അങ്ങോട്ട്. അപ്പോൾ ഇനി മേജർ രവി ഇതിനിടയിൽ നമസ്കാരം, അങ്ങനെ ഗോവിന്ദൻ സഖാവും കൂട്ടരും ഒരു ശൈശവ വിവാഹം നടത്തി കൊടുത്തു. അവർക്കെന്ത് കോടതി, ധൈര്യമുണ്ടെങ്കിൽ കേസെടുക്കുക എന്നല്ലേ അവർ ഉദ്ദേശിച്ചത്. ശംഭോ മഹാദേവ, അഹങ്കാരത്തിൻ്റെ അൾട്ടിമേറ്റ് കൈ. അപ്പോൾ ശരി, ജയ് ഹിന്ദ്. ഈ ഒരു പോസ്റ്റ് ഇപ്പോൾ കാണാനില്ല, മേജർ രവി മുക്കി. ഗൂഗിളിൽ പോയി നോക്കിക്കഴിഞ്ഞാലും ഷീസ് 18-year-old ആസ് ഓഫ് March 2026 എഴുതിയിട്ടുണ്ട്. വൈൽ initially reported as 16 in January 2025, she is currently confirmed as an adult and married to Farman Khan. അതായത് ഇതിലൊരു കോംപ്ലിക്കേഷൻ ഇവർ പോസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ 2025 ജാനുവരി 21st to 22nd എന്നാണ് കാണാൻ കഴിയുന്നത്. കുറേ അധികം പോസ്റ്റുകളുടെ അല്ലെങ്കിൽ അവരുടെ
അന്ന് വന്ന ഓൺലൈൻ ന്യൂസ് 18-ൻ്റെയും മിൻറ്റിൻ്റെയും ഒക്കെ ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട്സ് ഇവിടെ വയ്ക്കാം. അന്ന് അവർ റിപ്പോർട്ട് ചെയ്ത ജാനുവരി 21-ന് മൊണാലിസ ഷെയർ ചെയ്ത അവരുടെ പേജ് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സായി, 2 lakh ഫോളോവേഴ്സായി എന്നും ആൻഡ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഇവരെ കേക്ക് മുറിക്കുന്ന ഒരു വീഡിയോ, ചുറ്റും നിന്ന് കുറേ ആൾക്കാർ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് കൈ കൊട്ടുന്നുണ്ട്. പക്ഷേ ആ വീഡിയോ ഇപ്പോൾ ഇല്ല. ആ വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇവരുടെ അക്കൗണ്ടിൽ നിന്ന്. അതെന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഓക്കെ, പിന്നെ ഇന്നലെ കല്യാണം നടത്തുമ്പോൾ രജിസ്റ്റർ ഓഫീസിൽ ഓബിയസ്ലി ഇപ്പോൾ ഡിജിറ്റലാണല്ലോ എല്ലാം. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഡെഫിനറ്റ്ലി അതൊന്നും അവർ ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ടാവും. ചുമ്മാ ഒരു സാധനം ഫേക്കായിട്ടുള്ളൊരു സാധനം എടുത്തു കൊണ്ടുപോയി എഴുതി വെച്ച് ചെയ്യൂടെ? ഇവരങ്ങനത്തെ പരിപാടി കാണിക്കുമോ? ഈ പാർട്ടിക്കാരാണ്, അന്തം വിട്ട് ഇതിന്ന് കിട്ടുന്നൊരു PR അല്ലെങ്കിൽ ഇതിന്ന് കിട്ടുന്നൊരു മൈലേജോ ആലോചിച്ച് ഇനി അവിടെ പോയിട്ട് ചെയ്ത് പോകുന്നതാണേ എന്നുള്ളൊരു ഡൗട്ടും ഉണ്ട്, ഇല്ലാതില്ല. പക്ഷേ അവർ കാണിക്കുന്നത് അവരെ കയ്യിലുള്ള ഡോക്യുമെൻറ്റിൽ ഈ പറഞ്ഞ മൊണാലിസയ്ക്ക് 18 ആയിട്ടുണ്ട്. അതോ ഇനി ആ ഒരു കൊല്ലം മുമ്പ് ഇതൊരു PR സ്റ്റണ്ട് ആയിരുന്നു, വെറും 16 വയസ്സ് എന്ന് പറഞ്ഞുള്ളൊരു PR സ്റ്റണ്ട് ആയിരുന്നു എന്നുള്ള ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ എന്തുകൊണ്ട് ഈ കേക്ക് മുറിച്ച് ജാനുവരി 21, 2025 ഇവർക്ക് 17 വയസ്സായി എന്ന് പറഞ്ഞ കേക്ക് മുറിച്ച് ആഘോഷിച്ച വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്നുള്ളൊരു ചോദ്യത്തിന് മൊണാലിസയാണ് ഉത്തരം പറയേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഇത് പാർട്ടിക്കാരോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പറയും തോന്നുന്നില്ല മക്കളെ. ജനം ടി വിയിലേക്ക് നമുക്കൊന്ന് പോവേണ്ടതായിരിക്കുന്നു. കാരണം ജനം ടി വി ഈ കുട്ടിയുടെ അമ്മേനെയും കൊണ്ടുവന്നിട്ടുണ്ട്, മൊണാലിസയുടെ അമ്മേനെയായിട്ട് വന്നിട്ടുണ്ട്. കുംഭമേള വൈറൽ താരം മൊണാലിസയുടെ വിവാഹ നടത്തിപ്പിൽ വെട്ടിലായി CPM. മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന വിവരം പുറത്തായതോടെയാണ് CPMും നേതാക്കളും പ്രതിരോധത്തിലാകുന്നത്. മൊണാലിസയുടെ ആധാർ രേഖയിലെ പ്രായം കൃത്രിമമായി തയ്യാറാക്കിയതാണോ എന്നതിലും സംശയം നിലനിൽക്കുന്നു. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന തരത്തിൽ പ്രചരണം നടത്തിയാണ് CPM സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാനത്തെ മന്ത്രിയും വിവാഹത്തിൽ പങ്കെടുത്തത്. CPM നടത്തിക്കൊടുക്കുന്ന വിവാഹമായി ഇതിനെ ചിത്രീകരിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് മൊണാലിസയുടെ പ്രായം സംബന്ധിച്ച വിവരങ്ങളും പുറത്തു വന്നത്. ഇന്ത്യ ടുഡേ കഴിഞ്ഞ വർഷം മൊണാലിസയുടെ ജന്മദിനത്തിൽ റിപ്പോർട്ട് ചെയ്തത് 16 വയസ്സ് എന്നാണ്. ജനുവരി 21, 2009 ഡേറ്റ് ഓഫ് ബർത്തായി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മൊണാലിസയുടെ നിലവിലെ പ്രായം 17 വയസ്സും 2 മാസവുമാണ്. മൊണാലിസയുടെ ജന്മദിനത്തിൽ മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും 16 വയസ്സ് എന്ന് തന്നെയാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ സമർപ്പിച്ച ആധാറിൽ 1/1/2008 വിവാഹം നടക്കുന്നതിനായി ആധാറിൽ കൃത്രിമം നടത്തിയതാണോ എന്നാണ് നിലവിൽ സംശയമായി ഉയരുന്നത്. മൊണാലിസയുടെ പ്രായത്തിൽ വ്യക്തത വരുത്താതെയും ബന്ധുക്കളുമായും സംസാരിക്കാതെയുമാണ് CPM വിവാഹത്തിന് മുൻകൈയെടുത്തത്. മുസ്ലിം യുവാവ് ഹിന്ദു യുവതിയെ കല്യാണം കഴിക്കുന്നു എന്നതിനെ റിയൽ കേരള സ്റ്റോറിയായി പ്രചരണം നടത്തി കല്യാണം കൊഴിപ്പിക്കുകയായിരുന്നു. എന്നാൽ മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായില്ല എന്ന് തെളിഞ്ഞാൽ വിവാഹം നടത്തിയവർക്കെതിരെയും കേസെടുക്കേണ്ടി വരും. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ CPM സംസ്ഥാന സെക്രട്ടറിയും മന്ത്രിയും അടക്കമുള്ളവർ നിയമത്തിന് മുന്നിൽ ഉത്തരം പറയേണ്ടി വരും. ആരോപണങ്ങളെ ശരിവയ്ക്കുന്ന ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. മൊണാലിസയ്ക്ക് 16 വയസ്സെന്ന അമ്മ പറയുന്ന ശബ്ദ സന്ദേശം ജനം ടിവിക്ക് ലഭിച്ചു. मेरा आदमी एक ही लाए, दोनों माए बेटे गए थे. आप केरला से बात कर रहे हो ना सर? तेरे पाँव पड़ू. मेरे आदमी को वो लोगों ने कब्जे में ले लिया, उसको थाने में बिठा दिया. मेरी लड़की को कुछ खिला पिला दिया तो मेरी लड़की से कुछ बोले भी नहीं, कुछ घर की बात भी नहीं, और मेरी लड़की से शादी जबरदस्ती कर ली सर. तेरे पाँव पड़ू. मेरा आदमी अभी देखो केरला में बैठा है, एयरपोर्ट में बैठा है सर. एयरपोर्ट में. ठीक है. माता जी ये बताइए इनका जो डेट ऑफ बर्थ कितना है ये मोना का? कैसे बोलो? जन्म तीयदी कितना है? मेरा जन्म देखो, मेरी लड़की का जन्म 16 साल का ही है. तो मेरे पति हेलो मेरी लड़की का 16 साल का ही है. देखो आप भी फेमस हुई थी, 16 साल की है. ഇതിൽ ഈ അമ്മ ഫേമസ് ആയ ഒരു ഏജാണ് 16 വയസ്സെന്ന് പറയുന്നതാണ് എനിക്ക് ഈ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായത്. ശബ്ദത്തിൽ നിന്ന് അവർ പറഞ്ഞു തരുന്നുണ്ട്. ഇനിയിപ്പോൾ അവർ 16 എന്ന് പറയുകയാണെങ്കിൽ തന്നെ ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, അന്നും 16 ഇന്നും 16. ഫേമസ് ആയ കുംഭമേള നടന്ന 2025 16, ഇപ്പോഴും അവർക്ക് 16. അതെങ്ങനെ വരും? അപ്പം അതല്ല, ഇത് ജനം ടി വിൻ്റെ ഒരു തരം മറ്റോടത്തെ വളയ്ക്കലായിപ്പോയി. ഇതിലും തന്നെ കുനിഞ്ഞ് നിൽക്കുകയാണ്, വളയ്ക്കല്ല നല്ലത്. കാരണം അവർ പറഞ്ഞത് ലാസ്റ്റ് ആ ഫോൺ കോൾ കട്ട് ചെയ്യാൻ നേരത്ത് മേരാ ബേട്ടി വൈറൽ ഹോനി മറ്റേ കുഞ്ഞി എന്നൊക്കെയാണ് പറഞ്ഞത്. അല്ലാതെ മറ്റേ 16 വയസ്സാണ് ഇപ്പോൾ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ അത് 16 വയസ്സോ 18 വയസ്സോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഇവിടെ ആരെ ഡിജിറ്റലൈസ്ഡ് സാധനങ്ങൾ കൊണ്ടുവന്ന് ഈ ആധാർ കാർഡൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ നമുക്ക് കിട്ടും. ഡിജി വാലറ്റിലടക്കം കയറി കഴിഞ്ഞാൽ സാധനങ്ങൾ ഈ വെബ്സൈറ്റ്, ആധാറിൻ്റെ വെബ്സൈറ്റ് കയറിയാൽ കിട്ടില്ലേ? ഇപ്പോൾ രജിസ്ട്രാറിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ഡെഫിനറ്റ്ലി ഇങ്ങനൊരു വള്ളി വരാതിരിക്കാൻ അവർ നോക്കൂലേ? ഞാൻ പറയുമ്പോൾ
ഇതിനകത്ത് ഇനി ഓക്കെ തിരുത്തി എന്നാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളും ഡാറ്റാസും പുറത്തു കൊണ്ടുവന്നാൽ മാഷടക്കം ടീം ഏറെ പോട്ടെ. ഇനി അല്ലെങ്കിൽ ഇവർ ഈ ഉണ്ടാക്കണ മറ്റേ സ്വന്തം നാട്ടിലിരുന്നു കൊണ്ട് നാടിനെതിരുള്ളൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ജനത്തിനെ പോലുള്ളവരോട് എന്ത് പറയാനാണ്? അല്ല, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്ത് പറഞ്ഞാലും ചെയ്യാതെ ഇരിക്കില്ല. അങ്ങനത്തെ ഒരു ടീമാണ്. പിന്നെ ഇതിലൊരു കേരള സ്റ്റോറി 3 ഇറങ്ങില്ല എന്നാരും പ്രതീക്ഷിക്കേണ്ട, ഇറങ്ങും ചെയ്യും ഡെഫിനറ്റ്ലി. കാരണം ഇപ്പോൾ ഈ കുട്ടിയുടെ അമ്മ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ അടുത്തൊരു സ്ക്രിപ്റ്റ് അവിടെ റെഡി ആയിട്ടുണ്ടാവും. മനസ്സിലായോ? എന്താണെങ്കിലും റെഡി ആക്കിയിട്ടുണ്ടാവും. പിന്നെ ഇവിടെ തന്നെ ഉള്ള വേറെ കുറേ ആളുകളും ഉണ്ടല്ലോ, മറ്റേ ഹിന്ദുത്വവാദികൾ, അതിൽ കുറച്ച് ടീമുകളുണ്ട്. ഒന്ന് പെൺകുട്ടിയുടെ പ്രായം സംബന്ധിച്ചാണ്. കഴിഞ്ഞ വർഷം ഇന്ത്യ ടുഡേ പുറത്തുവിട്ട വിവരമനുസരിച്ച് 2025 ജനുവരിയിൽ 16ാമത്തെ പിറന്നാളായിരുന്നു പെൺകുട്ടി ആഘോഷിച്ചത്. അങ്ങനെയെങ്കിൽ 2026 ജനുവരിയിലേക്ക് എത്തുമ്പോൾ അത് 17 വയസ്സാണ്. ദേശീയ മാധ്യമം നൽകുന്ന വിവരമനുസരിച്ചാണെങ്കിൽ പെൺകുട്ടിക്ക് 17 വയസ്സ്. അത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവർ എന്തിന് കേരളം തെരഞ്ഞെടുത്തു എന്ന വലിയ ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഉത്തർപ്രദേശുകാരനായ ഭർത്താവ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ആലുവയിലാണ് താമസം. പെൺകുട്ടിയുമായി 6 മാസത്തെ പ്രണയം മാത്രമാണ് നിലവിൽ നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇതിൽ വലിയൊരു ദുരൂഹത, എന്തൊക്കെയോ ചില ഗൂഢനീക്കങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ചില നാടകങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സംശയമാണ് ഹൈന്ദവ സംഘടനകളൊക്കെ ഉയർത്തുന്നത്. എന്താണ് അങ്ങയുടെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം? ഈ മൊണാലിസയുടെ വിവാഹം ഇത്രയും ആഘോഷിക്കപ്പെടാൻ കാരണം എന്താണ്? മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടി കുംഭമേളയിൽ പങ്കെടുത്ത് വളരെ വലിയ തോതിൽ ശ്രദ്ധയാകർഷിച്ച ഒരു പെൺകുട്ടിയാണ്. ഒരു വൈറൽ താരമായിട്ട് മാറി. ആ കുട്ടി ഒരു ഐക്കണായി മാറി. കുംഭമേളയിൽ ഒരു ഐക്കണായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ കുംഭമേളയിൽ പങ്കെടുത്ത് അവിടെ കച്ചവടമൊക്കെ നടത്തി ജീവിച്ച ഒരു കുട്ടി, ആ കുട്ടിയെ ഈ തരത്തിൽ ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്ന് വിവാഹം കഴിപ്പിക്കുക, ഒരു മുസ്ലിം യുവാവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക വഴി അതിനു വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുക എന്ന് പറയുമ്പോൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ഒരു ഹിന്ദു സമൂഹത്തെ ആകെ അപമാനിക്കുക എന്ന ലക്ഷ്യം ഇതിലൂടെ ഈ CPM അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ലക്ഷ്യം വെച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഒട്ടനവധി ആളുകൾ ഇതേപോലെ വിവിധ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ മിശ്ര വിവാഹം ചെയ്യുന്ന ആൾക്കാർ ഒക്കെ അവര് വിവാഹം നടക്കുന്നുണ്ടല്ലോ. അവിടെയൊക്കെ പോയി എന്തുകൊണ്ടാണ് CPM ഇത്തരത്തിലുള്ളൊരു വിവാഹം നടത്തി കൊടുക്കുക, കാർമ്മികത്വം വഹിക്കാത്തതിന്റെ കാര്യം എന്താ? അപ്പൊ ഇവിടെ ഇതിനൊരു പ്രാധാന്യമുണ്ട്. കാരണം കുംഭമേളയുമായി ബന്ധപ്പെട്ട ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ ഒരു മുസ്ലിമിനെ കൊണ്ട് വിവാഹം കഴിക്കുമ്പോൾ അത് ഹിന്ദുക്കൾക്ക് കൊടുക്കാവുന്ന വലിയൊരു ആഘാതമാണ്. ഇതാണ് അതിലൂടെ CPM ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹിന്ദുക്കളെ അടിക്കാൻ കിട്ടുന്ന അവസരം അത് എത്ര കണ്ട് ശക്തമായി അടിക്കാമോ എന്ന് കരുതിയിട്ടാണ് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് CPMലെ സഖാവ് ഗോവിന്ദനടക്കം പാർട്ടി സെക്രട്ടറി നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു വിവാഹം നടത്തുകയാണ്. ഒരു ഹിന്ദു യുവാവ് ഒരു മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പാർട്ടിയുടെ നേതാക്കന്മാര് ഇങ്ങനെ വന്ന് അവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ നേതൃത്വം കൊടുക്കുമോ? അങ്ങനെ എവിടെയും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. വിവാഹങ്ങളല്ലാതെയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഈ തരത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടിയെ ഒരു ഹിന്ദു ഒരു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തുന്നതിന് നേതൃത്വം കൊടുക്കാനായിട്ട് പാർട്ടി സഖാക്കന്മാർ വരുമോ? പാർട്ടി സഖാക്കന്മാര് അതിന് മുതിരുമോ? ഹൈന്ദവ സംഘടനയിൽപ്പെട്ട ആളുകൾക്കും അതിന്റെ നേതാക്കന്മാർക്കും ഒക്കെ നല്ല കുരു കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ കുംഭമേളയുടെ ഐക്കൺ മൊണാലിസയാ. എൻ്റെ അറിവിൽ കുംഭമേളയുടെ ഐക്കൺ അന്ന് യോഗിയായിരുന്നു. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. സി, ഞാൻ എഗെയിൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേ ബി ഇങ്ങനെയായിരിക്കാം. 16 വയസ്സിൽ അവർ ഫെയിം ആവുന്നു. 2025 ജാനുവരി 21 അവരിട്ട പോസ്റ്റ് മേ ബി സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് നമ്മളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഡേറ്റാണ് ബർത്ത്ഡേ ആയിട്ട് നമ്മൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഡേറ്റ് നമ്മൾ കൊടുക്കുന്നൊരു ഡേറ്റാണ് അവിടെ ബർത്ത്ഡേ ആയിട്ട് കാണിക്കുക. മേ ബി അവരും ആ ടൈമിൽ ചിലപ്പോൾ അത് ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്ത് ആഘോഷിച്ച് കേക്ക് മുറിച്ചതായിരിക്കും. ആ വീഡിയോ നമ്മൾ കണ്ടിട്ടില്ല. ഇനി മേ ബി അങ്ങനെ ആണെങ്കിൽ തന്നെ ഏതൊരു കേക്ക് മുറിക്കുന്ന വീഡിയോ ഉണ്ട്, അത് ഞങ്ങളുടെ സൈഡിൽ വയ്ക്കാം. അത് ആ വീഡിയോ ആണോന്നും ഉറപ്പൊന്നുമില്ല. അപ്പോൾ അത് ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ 16ാമത്തെ വയസ്സിൽ ഫേമസ് ആയി 2025 ജാനുവരി 21 അവർക്ക് 17 എന്നാവും ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവുക. 16, 17 ഓക്കെ, അതായിരിക്കും ചിലപ്പോൾ അവർ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഈ സോഷ്യൽ മീഡിയയിൽ വന്ന 21 എന്നുള്ളതായിരിക്കും. റിയൽ ആധാർ കാർഡിൽ ഇവർക്ക് ഈ പറഞ്ഞ 1/1/2008 ആയിരിക്കാം. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് അവർക്ക് ഓൾറെഡി എത്രയായി?
അവർക്ക് കഴിഞ്ഞോടി, അവരെ സാധനം കഴിഞ്ഞ്. ഇനി 21/1/2025 17 വയസ്സാണെന്നുണ്ടെങ്കിലും ഇപ്പുറത്തേക്ക് വരുമ്പോൾ അതായി കഴിഞ്ഞു. മാർച്ച് മാസം ആയിട്ടില്ല ഇല്ലേ? അപ്പോൾ ഇത് ഇവർ ഈ ഉന്തിത്തള്ളി വിട്ട് പോണത് എങ്ങോട്ടാന്നുള്ളത് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം ഈ 18 ആയില്ല എന്ന് പറയുമ്പോഴും ഇവർ ഈ കൊണ്ടുവന്ന് വെച്ച് സംസാരിക്കുന്നത് ജാനുവരി 21-ാം തീയതിയാണ് മൊണാലിസ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് 2025. ഇപ്പം അതാണെങ്കിലും കഴിഞ്ഞല്ലോ. ഇവർ ഈ മണ്ടന്മാർ ഇതെന്താ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നുള്ള ഒരു പിടുത്തവുമില്ല. പിന്നെ ഈ ഓൺലൈൻ പരിപാടികളിൽ എന്താണെങ്കിലും ആധാർ ഓൺലൈനിൽ തിരുത്താൻ പറ്റൂ, ഹാർഡ് കോപ്പിയൊക്കെ ഓൺലൈനിൽ തിരുത്താൻ പറ്റൂ. അപ്പം ഇതിലിപ്പോൾ ഒരു എന്താ പറയുക, മറ്റേ മതം കലർത്തി കുറച്ച് വർഗീയത എലമെൻറ്റ് കൊണ്ടുവന്ന് ആ രീതിക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കുറച്ച് ടീമുകൾ ശ്രമിക്കുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, മേജർ രവിയെ പോലുള്ളവർ എയർ പോകുന്നുണ്ട്. അതും ഈ മതം പറഞ്ഞ് ഇതിലൊരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്ന അവരുടെ നറേറ്റീവ് എടുത്ത് കൊടുന്ന് വെച്ചിട്ടാണ് അത് പോയിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഡെഫിനറ്റ്ലി ഒരു PR, ഒരു വിസിബിലിറ്റി, ഇപ്പോൾ ഇലക്ഷനൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഞങ്ങളാണ് ഇവിടുത്തെ കേരള സ്റ്റോറിയുടെ റൈറ്റേഴ്സ്, ഇവിടുത്തെ മതേതരത്വം കീപ്പ് ചെയ്യുന്നത് ഞങ്ങളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഗോവിന്ദൻ മാഷും ശിവൻകുട്ടിയും റഹീമും എല്ലാവരും കൂടി നടത്തുന്ന അവരുടെ PR സ്റ്റണ്ട് ഒരു വഴിക്ക് പോകുന്നുണ്ട്. പിന്നെ ഓബിയസ്ലി ഇവരുടെ ഒരു ഇൻറ്റൻഷൻ, അത് സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഓക്കെ കല്യാണം കഴിച്ചു, ഇഷ്ടവും സ്നേഹം ആവുന്നത് ആയിക്കോട്ടെ, കേരളം സേഫാന്നുള്ളത് അവർ വിചാരിച്ചോട്ടെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ബട്ട് സ്റ്റിൽ അതിൻ്റെ എന്തോ ഒരു ദുരൂഹത നാളകളിൽ ഇതേ മൊണാലിസ ഇനി എന്ത് സംഭവിച്ചാലും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ഈ നേതാക്കന്മാരും നമ്മൾ മലയാളികളും കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ നിങ്ങളല്ലേ കാണിച്ച് ഈ മൊണാലിസയ്ക്ക് ഇനി ഒരു പോറൽ പറ്റിയാൽ പോലും നമ്മളെ തലയിലായിരിക്കും. മനസ്സിലായി? ഇനി ഭാവിയിലും സംഭവിക്കാതിരിക്കട്ടെ. കല്യാണം കഴിഞ്ഞ് ഇവർക്ക് ഇനി 6 മാസത്തെ ബന്ധോ 6 സെക്കൻഡിൻ്റെ ബന്ധോ എന്തോ ആയിക്കോട്ടെ, അവർക്കതൊരു കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള റിലേഷൻ അല്ല, അവർക്കത് ഓക്കെ അല്ല തോന്നി അവർ മാറിയാലടക്കം മാറി, പരിപാടി തീരും. പിന്നെ ഈ 16, 17, 18 എന്നുള്ള കോൺട്രവേഴ്സി എഗെയിൻ ഞാൻ പറയുന്നു, അത് വെരിഫൈ ചെയ്യാൻ ഇവിടെ സോഴ്സുകളുണ്ട്, ഡിജിറ്റലൈസ്ഡ് ആണ് എല്ലാം. അത് വെച്ച് വെരിഫൈ ചെയ്തിട്ട് മാത്രം അതൊരു കോൺട്രവേഴ്സി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ 16 വയസ്സിൽ ഫെയിം ആയ ഒരു കുട്ടി ഈ ഒരു ഷോർട്ട് ടൈം കൊണ്ട്, ഒരു 1.5 കൊല്ലം കൊണ്ട് ലൈഫിൽ ഏറ്റവും റോക്ക് ബോട്ടത്തിൽ നിന്ന് ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ കുട്ടിക്ക് മേ ബി നാളുകളിൽ ഓക്കെ എനിക്കിങ്ങനത്തെ ഞാൻ എന്തിന് ഈ ഒരു ഡിസിഷൻ എടുത്തു, അല്ലെങ്കിൽ ആ കുട്ടി വേണമെന്നുണ്ടെങ്കിൽ അന്നത് വേണ്ടാന്ന് പറയാൻ ആളുണ്ടായിരുന്നില്ലെങ്കിൽ എന്നൊക്കെ ചോദിച്ചാലും പണി പാളും. പിന്നെ വീട്ടുകാർ കരഞ്ഞു പിടിച്ച് വന്നപ്പോൾ വീട്ടുകാരെന്തോ കലക്കി കൊടുത്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്നതെന്നാണ് ഇപ്പോൾ ജനത്തിൻ്റെ വോയിസിൽ പറയുന്നത്. നാളെ അവർ പോയിട്ട് ഈ കുട്ടിയെ കൺവിൻസ് ചെയ്താൽ ചിലപ്പോൾ ഈ കുട്ടി സ്റ്റേറ്റിനെതിരെ അല്ലെങ്കിൽ ഇവിടുത്തെ പാർട്ടിക്കാർക്കെതിരെ പറയാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ബൈ ദ വേ ഞാൻ ഇന്നലെ റിയലി മിസ് ചെയ്തത് ബോച്ചയാണ്. ബോച്ച വന്നില്ല, അച്ഛൻ്റെ സ്ഥാനത്തായിരുന്നു ബോച്ച ഇത്രയും കാലം മൊണാലിസയ്ക്ക്. എന്തുകൊണ്ട് ഡയമണ്ട് നെക്ലേസും കൊണ്ട് കല്യാണത്തിന് വന്നില്ല ബോച്ചേ? പറയാൻ പറ്റില്ല. ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ആകുമ്പോൾ ചിലപ്പോൾ ഇന്ന് അയാളവിടെ ഇവരെ വിളിച്ചിട്ട് വല്ല പാർട്ടി സെറ്റാക്കി ഡയമണ്ട് മാല കൊടുക്കും എന്നുള്ളത് അറിയാൻ പാടില്ല. ചിലപ്പോൾ അതൊക്കെ കൊടുത്താണ് അയാൾ. അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ട ബോച്ചയെ കണ്ടില്ല, പക്ഷെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നല്ല മാഷ് നിന്നു, ഗോവിന്ദൻ മാഷ്. ആൻഡ് വേറൊരു കാര്യം ഇനി പറയാനുള്ളത്, ഇതിനകത്ത് ഈ കല്യാണം സെറ്റപ്പൊക്കെ ഇന്നലെ മീഡിയാസ് എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു 30 ദിവസത്തെ നോട്ടീസ് ബോർഡിലുള്ള എഴുത്തും കുത്തൊന്നും ഇല്ലാതെ ഒറ്റയടിക്ക് കല്യാണവും കഴിച്ച് ഇത് സ്പെഷ്യൽ ആക്ട് വെച്ചാണ് കല്യാണം. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത്, അപ്പോൾ സ്പെഷ്യൽ ആക്ട് വെക്കുമ്പോൾ ഈ സാധനങ്ങൾ ആവശ്യമില്ലേ? അതും ഇനിയിപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഇത് നോട്ടീസ് ബോർഡിൽ ഇടുകയാണ്, ഇനി ഇടുമോ 30 ദിവസം? ഇതിൻ്റെ സ്കീം എന്താണെന്നുള്ളതാണ് ഈ ഒരു പിടുത്തവും കിട്ടാത്തത്. അത് അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ദയവ് ചെയ്തിട്ടൊന്ന് കമൻറ്റ് ചെയ്തിട്ട് പറഞ്ഞോ. ഓക്കെ.